إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أيحسب الإنسان أن يترك سدى. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവും സർവ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ യഥോചിതം പാലിച്ച് അവ മുറുകെ പിടിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, തത്വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാപ്തരായി തീരുന്ന, അവന്റെ സ്വർഗത്തിന്റെ അവകാശികളായി തീരുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവിശാലമായി കിടക്കുന്ന ഒരു പള്ളിക്കാട്ടിലേക്ക് തൻ്റെ സുഹൃത്തിന്റെ ഖബർ കാണാനായി പോയ ഒരു വ്യക്തിയോട് ആ ഖബർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ഖബറിലേക്ക് നോക്കിയിരിക്കുന്ന ആ വ്യക്തിയോട് ഖബർ ചോദിക്കുകയാണ്, നീ വല്ലാതെ ഞെട്ടലോടെ എന്നെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നലെ ഇതേ സ്ഥലത്ത് വന്ന് ഞാനും കുറച്ചൊന്ന് ഞെട്ടിയിരുന്നു, പേടിച്ചിരുന്നു. എന്നാൽ നാളെ ഇതേ സ്ഥാനത്ത് നീ നിന്റെ ഖബറിൽ ഇവിടെ കിടക്കുമ്പോൾ നിന്നെ നോക്കി മറ്റൊരാളും ഇതുപോലെ ഞെട്ടിക്കൊണ്ട് പരിതപിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച നിനക്കും കാണേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ വലിയ ഞെട്ടലൊന്നും വേണ്ട കേട്ടോ എന്ന് ആ ഖബർ ആ വ്യക്തിയോട് പറയുന്നതായി ഒരു കാൽപ്പനികമായി പറയുന്ന ഒരു ചരിത്രം കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും വളരെ വേദനാജനകമായി കേട്ട വാർത്ത, അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് യാത്ര തിരിച്ച ഇന്നലെ ഏകദേശം ഇതേ സമയത്ത് ഉച്ചയ്ക്ക് 1:39 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ട ആ വിമാനം AI 171 ബോയിങ് 787 എന്ന ഡ്രീം ലൈൻ എന്ന വിമാനം, ഒരുപാട് സ്വപ്നങ്ങളുമായി ചേക്കേറിയ ഒരുപാടധികം ആളുകൾ, അവർക്കൊന്ന് പറക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ പറന്നുയരുന്നതിന് മുമ്പ് തന്നെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് എല്ലാം പൊട്ടിച്ചിതറുന്ന കാഴ്ചകൾ. 300ഓളം ആളുകൾ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 230 യാത്രക്കാരും 12 ക്രൂ അംഗങ്ങളുമുള്ള ഒരു വലിയ വിമാനം. ആ വിമാനത്തിലുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ടു എന്ന വാർത്തയായിരുന്നു ആദ്യമൊക്കെ നമ്മൾ കണ്ടത്. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിൽ 300 ആളുകളൊക്കെ, അത് ആ വിമാനത്തിലുള്ള യാത്രക്കാർ മാത്രമല്ല, അതൊന്നും അറിയാത്ത
അവിടെ വിമാനം പോകുന്നുണ്ട് എന്ന് പോലും അറിയാത്ത ചില വ്യക്തികൾ, കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ അവരുടെ ഹോസ്റ്റലിലെ അവരുടെ മെസ് ഹാളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ കഴിച്ച ഭക്ഷണം പൂർത്തിയാക്കാൻ കഴിയാത്ത രൂപത്തിൽ അവരുടെ ശരീരത്തിലേക്ക് പോലും ആ വിമാനത്തിന്റെ ഭാഗങ്ങൾ വരികയും അങ്ങനെ ഒരു 10-30ഓളം ആ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ അവിടെയുള്ള നാട്ടുകാരും പ്രദേശവാസികളും ഒക്കെ മരണപ്പെട്ടു പോകുന്ന അത്യന്തം അസഹ്യമായ ചില വാർത്തകൾ നമ്മൾ ഇന്നലെ മുതൽ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുവരികയാണ്. ഒരിക്കലും നമുക്കൊന്നും ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് പോലെ തന്നെ അവിടെയുള്ള ആളുകളും അല്ലെങ്കിൽ അവിടെ അത് അനുഭവിച്ച അവരുടെ കുടുംബക്കാരും ഒക്കെ പറഞ്ഞ വാർത്തകളും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളും ഒക്കെ അത്യന്തം വേദനാജനകമാണ്. തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വലിയ വാർത്തകളൊക്കെ വരുമ്പോൾ അപകടങ്ങളും വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇതിനു മുമ്പും അനുഭവിച്ചവരാണ് നമ്മൾ. ഒരു വിമാനാപകടം ആദ്യമായിട്ടല്ല നമ്മളൊക്കെ കേൾക്കുന്നതും അറിയുന്നതും. ഒരുപാടധികം അപകടങ്ങൾ, അത് വിമാനത്തിന്റെ രൂപത്തിലാവട്ടെ, ഇനി റോഡിലൂടെ പോകുന്ന വണ്ടികളാവട്ടെ, കപ്പലുകളും അല്ലെങ്കിൽ ബോട്ടുകളും ഒക്കെ ആവട്ടെ, ഒരുപാട് അപകടങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമ്മളൊക്കെ അനുഭവിക്കാറുണ്ട്. ഇതൊക്കെ വരുമ്പോൾ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാവേണ്ട ചില ചിന്തകൾ. ജീവിതം എന്നത് അതങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒഴുക്കിനിടയിൽ എവിടെയോ ഒരു ഫുൾ സ്റ്റോപ്പ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അത് എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാതെ നമ്മുടെ കളികളെയും ചിരികളെയും ഇപ്പോഴുള്ള ഈ നിർഭയത്വത്തെയും സന്തോഷത്തെയും ഒക്കെ അത് മുറിച്ചു കളയുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് നമുക്കും വരാനുണ്ട്. അന്ന് ആ ഫുൾ സ്റ്റോപ്പ് വരുന്ന സമയത്ത് യാതൊന്നും നമുക്ക് ആസ്വാദനങ്ങളായി മാറുകയില്ല. നമുക്കൊന്നും അപ്പോൾ നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒന്നായി മാറുകയില്ല നമ്മൾ ചെയ്ത കർമ്മങ്ങളല്ലാതെ എന്ന ബോധ്യമാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. നമ്മളെപ്പോഴും നമ്മുടെ കംഫർട്ടുകൾക്ക് വേണ്ടി, നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി തന്നെയും നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ അത് പലപ്പോഴും ഈ ദുനിയാവിനെ മറന്നുകൊണ്ട് ഓടുന്ന ആളുകൾക്ക് വലിയ പാഠമാണ്. നമ്മളെല്ലാവരും മരണത്തെ ഓർക്കുന്ന ആളുകളാണ്. ചിലർക്ക് ചിന്തിക്കുന്നുണ്ടാവും 30 കഴിഞ്ഞു, 40 കഴിഞ്ഞു, 50 60 ഒക്കെ കഴിഞ്ഞു, അൽഹംദുലില്ലാ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും വർഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം ഇത്രയും വർഷങ്ങൾ ഞാൻ എന്റെ മരണത്തിലേക്ക് അടുത്തു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഏതോ ഒരു നിമിഷം നമ്മൾ പോലും അറിയാത്ത ഒരു ദിവസം നമ്മുടെ മരണം അത് നമ്മിലേക്ക് വരാനുണ്ട്. അത് ഇന്നായിരിക്കാം ഒരുപക്ഷെ. ഈ ജുമുഅ ഖുതുബ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇതുപോലെ പുറത്തിറങ്ങാൻ കഴിയുമ്പോൾ നമുക്കറിയില്ല എത്ര ആളുകളാണ് അത്തരത്തിലുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള മരണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത്. രാവിലെ താൻ കുഴിച്ച കബർ കുഴിക്കുന്ന വ്യക്തി താൻ കുഴിച്ച കബറിൽ വൈകുന്നേരമായപ്പോഴേക്കും അദ്ദേഹത്തെ തന്നെ കിടത്തേണ്ടി വരുന്ന കാഴ്ചകൾ. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർ, അച്ഛനും മക്കളും ഒക്കെ ഡോക്ടർമാരാണ്. എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസി ആയിട്ട് മാനേജ് ചെയ്യാനൊക്കെ കഴിയുമായിരുന്നു. പക്ഷെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വ്യക്തികൾ തന്റെ തരിപ്പിലേക്ക് പോയത് കൊണ്ട് തന്റെ മകൻ ആ നിമിഷം പിടഞ്ഞു മരിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന നിസ്സഹായനായ ഒരു ഡോക്ടറായ ഒരു പിതാവ്. ഇങ്ങനെ എത്ര ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളിലേക്ക് വരുന്ന മരണങ്ങൾ, വാഹനാപകടങ്ങളുടെ രൂപത്തിൽ ഒക്കെ ഇന്നലെ കേട്ട വാർത്തകൾക്ക് സമാനമായ എത്രയോ വാർത്തകൾ. എത്രയോ ആരോഗ്യ ദൃഢഗാത്രരായ എന്നും ജിമ്മിലൊക്കെ പോയി ശരീരം പുഷ്ടിപ്പെടുത്തുന്ന അത്തരം യുവാക്കൾക്ക് പോലും ഇന്ന് സ്ട്രോക്കും മറ്റുമൊക്കെയായി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള മരണ വാർത്തകൾ കേൾക്കുമ്പോൾ ആ മരണങ്ങളുടെ ലിസ്റ്റിൽ ഒരിക്കൽ ഒരു നാൾ ഏതോ ഒരു നിമിഷം നമ്മളും വരാനുണ്ട് എന്ന ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. ഇന്നലത്തെ വാർത്ത കേട്ടപ്പോൾ ന്യൂസിലും മറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു അകാല ചരമം അല്ലെങ്കിൽ ആകസ്മികമായ മരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ നമുക്കങ്ങനെ തോന്നിയേക്കാം ഇത് അകാലമാണ്, അവർക്ക് പ്രതീക്ഷിച്ച കാലമല്ല, ചെറിയ കുട്ടികൾ വരെ മരണപ്പെടുന്നു. ഒരിക്കലും അകാല മരണം എന്ന വാക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാലമെല്ലാം അള്ളാഹു നിശ്ചയിക്കുന്നത് പോലെയാണ്. അള്ളാഹു തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മരണം ഏത് സമയം വരാനുണ്ട്. അത് എപ്പോഴാണ് നമ്മിലേക്ക് എത്തേണ്ടതെന്ന് അള്ളാഹുവിനറിയാം. ആ ചിന്തയോടുകൂടി ജീവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും അകാലം അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷിക്കാത്ത ഒരു കാലം എന്നൊന്നില്ല. എപ്പോഴും മരണത്തെ പ്രതീക്ഷിക്കുന്ന വ്യക്തിയായിരിക്കണം നമ്മൾ ഇന്ന് ധരിച്ച ഈ ഒരു വസ്ത്രമുണ്ടല്ലോ, വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ വേണ്ടി ധരിച്ച ഒരു പുതിയ വസ്ത്രം, ഉള്ളതിൽ വെച്ച ഏറ്റവും നല്ല വസ്ത്രം, അത് സുഗന്ധമൊക്കെ പൂശി നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പള്ളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഈ വസ്ത്രം ഇത് നമ്മൾ തന്നെ അഴിക്കുമോ എന്ന് യാതൊരു ഉറപ്പും നമുക്ക് ആർക്കുമില്ല. ഇന്ന് രാവിലെ സോപ്പ് തേച്ച് നമ്മൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ അതേ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മരണശേഷം നമ്മുടെ വീട്ടിന്റെ പൂമുഖത്തായി അല്ലെങ്കിൽ ആരും കാണാത്തൊരു ഇടത്തായിക്കൊണ്ട് നമ്മെ ആ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കുളിപ്പിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ആരും അറിയാത്ത, എന്നും നമ്മൾ എപ്പോഴും ചേർത്ത് നിർത്തിയ നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ വരാത്ത,
അത്രമേൽ ഇഴയെടുപ്പമുള്ള ബന്ധമായിരിക്കും നമുക്ക് നമ്മുടെ മക്കൾക്കും തമ്മിൽ, നമുക്ക് നമ്മുടെ ഭാര്യയും തമ്മിൽ, നമ്മുടെ ഉമ്മയും ഉപ്പയും ഒക്കെ തമ്മിൽ. അവരാരും കൂട്ടിന് വരാത്ത ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട് എന്ന ബോധ്യമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. ചില ആളുകൾക്കൊക്കെ ഈ കണ്ണട ധരിക്കുന്ന ആളുകൾക്ക് കണ്ണട ഒന്നോട് മാറി വെച്ച് കഴിഞ്ഞാൽ എവിടെയോ മറന്നു വെച്ചു, കുളിക്കാൻ പോയി പിന്നെ സ്ഥലത്ത് വെച്ചതായിരുന്നു, അവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായ ടെൻഷൻ ആയിരിക്കും. കാരണം അത്രയും സമയം ജീവിതത്തിൽ 24/7 എന്നോണം കൊണ്ടു നടക്കുന്ന വിഷയമാണ് ഈ കണ്ണടയൊക്കെ. അതൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബേജാറ്, അല്ലെങ്കിൽ ഇന്ന് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മൊബൈൽ ഫോൺ അവർക്ക് കയ്യിൽ നിന്ന് മാറ്റി വെക്കാൻ കഴിയുന്ന ആ സമയം അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രമേൽ നമ്മളുമായി ചേർത്ത് വെക്കുന്ന അത്തരം വസ്തുക്കൾ പോലും നമ്മുടെ കൂടെ വരാനില്ലാത്ത, ഒന്നുമില്ലാതെ വെറും കൈയോടെ പോകുന്ന ഒരു യാത്ര. ഇന്നലെ 300 ആളുകൾ പോയതുപോലെ നമുക്കും പോകാനുള്ള ആ യാത്രയാണ് നമുക്ക് ഏവർക്കും നമ്മുടെ ചിന്തയിൽ വരേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരം സംഭവങ്ങളിലൊക്കെ വലിയ പാഠങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ മുൻഗാമികളായ അള്ളാഹു റസൂലും സ്വഹാബത്തും ഒക്കെ വലിയ രൂപത്തിലുള്ള മാതൃകകൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. താബികളിൽപ്പെട്ട പ്രമുഖനായ ഒരു വ്യക്തി അബൂ ശുറൈഹ് റഹിമഹുല്ലാഹ്, അദ്ദേഹം തന്റെ യാത്ര മരുഭൂമിയിലൂടെ തന്നെ ചെയ്യാണ്. ആ യാത്ര ഒരുപാട് ദൂരം മുന്നോട്ട് പോയപ്പോ അദ്ദേഹം ഇടയ്ക്ക് അദ്ദേഹം മുട്ടുകുത്തി ഇരിക്കുമായിരുന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് താൻ ചെയ്ത യാത്രയിലൂടെ തന്റെ കാലടി പാടുകൾ അദ്ദേഹം നോക്കിക്കൊണ്ട് അദ്ദേഹം മുട്ടുകുത്തി ഇരുന്ന് കരയുമായിരുന്നു. അദ്ദേഹം അവിടെ ഉറക്കെ പറയുമായിരുന്നു, മരണവും ഞാനുമായുള്ള അകലം അത് കുറഞ്ഞു വരികയാണ് എന്ന്. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഒരു ഭൃത്യനെ, ഒരു സെർവന്റിനെ തന്റെ കൂടെ വെക്കുമായിരുന്നു. ആ സെർവന്റിന്റെ ഉത്തരവാദിത്തം എന്നത് മറ്റൊന്നുമല്ല, ഉമറിനോട് എപ്പോഴും പറയണം, ഉമർ താങ്കൾ മരണപ്പെടും, ഉമർ താങ്കൾ മരണപ്പെടും, ഒരു നിമിഷം താങ്കളും മരിക്കും എന്ന് എപ്പോഴും എന്നോട് പറയണമെന്ന ഉത്തരവാദിത്തത്തിന് മാത്രമായി ഒരു ഭൃത്യനെ അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോ തന്റെ താടി രോഗങ്ങൾ നരയ്ക്കാൻ തുടങ്ങി. താടി രോഗങ്ങൾ നരച്ചപ്പോൾ അദ്ദേഹം ആ ഭൃത്യനെ ഒഴിവാക്കി കഴിഞ്ഞു. ഇനി തന്റെ ആവശ്യമില്ല, എന്റെ ഈ നരച്ച താടി രോഗങ്ങൾ എന്നോട് നിരന്തരം പറയുന്നുണ്ട്, ഉമർ താങ്കൾ മരണപ്പെടുമെന്ന്. അത്രമേൽ മരണബോധമുള്ള, മരണസ്മരണയുള്ള ആളുകളായിരുന്നു നമ്മുടെ മുൻഗാമികൾ. പ്രിയമുള്ളവരെ, നമുക്കും അത്തരത്തിലുള്ള ബോധ്യം ഉണ്ടാവണം. നമ്മുടെ അല്ലാഹു റസൂൽ പറഞ്ഞ ചില പ്രാർത്ഥനകൾ തന്നെ അതിന് വലിയ വെളിച്ചമേകുന്നുണ്ട്. എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ, അല്ലാഹുവേ എന്നെ ജീവിപ്പിക്കുന്ന, എന്നെ മരിപ്പിക്കുന്ന റബ്ബേ നിന്റെ നാമത്തിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ, അല്ലാഹുവേ എന്നെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും, നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടക്കപ്പെടുന്നത് എന്നും ഓരോ ദിവസവും രാവിലെയും രാത്രിയും ഒക്കെ പ്രാർത്ഥിക്കുന്ന നമുക്ക് പിന്നെ എങ്ങനെയാണ് മരണസ്മരണ ഒഴിവാകുന്നത്? പലപ്പോഴും നമ്മൾ മറന്നു പോവുകയാണ്, മരണത്തെ നമ്മൾ വിസ്മരിച്ചു പോവുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഇത്തരത്തിൽ വിശ്വാസമുള്ള ആളുകൾക്കാണല്ലോ ഈ ഒരു ഈമാനും ദൃഢതയും ഒക്കെ ഉണ്ടാവുക. ഈ വിശ്വാസം ഒന്നുമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അവർക്ക് ഈ ജീവിതമാണ് എല്ലാം. ഈ ജീവിതത്തിലുള്ള എന്തെല്ലാം ആസ്വാദനങ്ങളുണ്ടോ, ലഹരിയാവട്ടെ, വിപരീത ചിന്തകളാവട്ടെ, തോന്നിയവാസങ്ങളാവട്ടെ, തങ്ങളുടെ മനസ്സിനും തങ്ങളുടെ ഇച്ഛകൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ, അത് മാത്രമാണ് ജീവിതം എന്ന് ചിന്തിക്കുന്ന, യോളോ എന്നൊക്കെ എഴുതിയിട്ടുള്ള യു ഓൺലി ലിവ് വൺസ്, ഇത് കുട്ടികളൊക്കെ പറയുന്ന ഒരു മുദ്രാവാക്യമാണ്, YOLO, യു ഓൺലി ലിവ് വൺസ്, ജീവിതം എന്നത് ഒന്നേ ഉള്ളൂ, എന്തായാലും മരണപ്പെടും, അതുകൊണ്ട് അങ്ങോട്ട് അടിച്ച് പൊളിച്ച് അർമാദിച്ച് ആസ്വദിച്ചാണ് മരണപ്പെടുക. ലഹരിയാവട്ടെ, അത് കള്ളാവട്ടെ, കഞ്ചാവട്ടെ, പെണ്ണാവട്ടെ, ഒന്നും പ്രശ്നമല്ല, തനിക്ക് ആസ്വാദനം ലഭിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിന്റെ പിന്നാലെ പോവുക എന്ന് ചിന്തിക്കുന്ന ഭൗതികവാദികളായ ആളുകൾ, അവർക്ക് എന്ത് കംഫർട്ടാണ് ഉണ്ടാവുക, എന്ത് മനസ്സംതൃപ്തിയാണ് ഉണ്ടാവുക? എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോഴും അവർക്കൊന്നും മനസ്സിനെ പിടയ്ക്കുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടാവില്ല. കാരണം അവർക്ക് മുമ്പിലുള്ള ഏറ്റവും വലുത് എന്നത് അത് ഈ ലോകമാണ്. ഇവിടെയുള്ള നൈമിഷികമായ, ഹ്രസ്വമായ ചെറിയ 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 ആസ്വാദനങ്ങളെ അവർ ഏറ്റവും വലുതായി കൊണ്ടു നടക്കുകയാണ്. എവിടെയാണോ ആ ആസ്വാദനങ്ങൾക്ക് തടസ്സമായി, വിഘാതമായി എന്തെങ്കിലും ഉള്ളത്, ആ തടസ്സങ്ങളെ പൊട്ടിച്ചെറിയാനാണ് പലപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ, മതത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, അവർക്ക് തടസ്സം പലപ്പോഴും മതമായിരിക്കും. മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ നിയന്ത്രണമൊക്കെ ഉണ്ടാവും, കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ഇബാദത്തുകളൊക്കെ ചെയ്യേണ്ടി വരും, പള്ളിയിലേക്ക് വരണം, നമസ്കരിക്കണം, നോമ്പ് നോക്കണം, കുറച്ചൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ പ്രയാസം ഉണ്ടാക്കുന്ന, എന്റെ ആസ്വാദനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന മതം എനിക്ക് വേണ്ട, എന്റെ ആസ്വാദനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ആ ദൈവികമായ കൽപ്പനകൾ എനിക്ക് വേണ്ട എന്ന് പറയുന്ന രൂപത്തിലേക്ക് പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ പോകുമ്പോൾ നാം ചിന്തിച്ചു നോക്കേണ്ടത്, അവർക്കും നമുക്കും ഒക്കെ ഒരുപോലെ അനുഭവിക്കാനുള്ള ആ മരണമാകുന്ന ആ ദിവസം. പ്രിയമുള്ളവരെ, ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഖുർആനിന്റെ ഏറ്റവും ആത്യന്തികമായ 3 കൽപ്പനകൾ, അല്ലാഹു റസൂൽ ഖുർആനിലൂടെ പറയുന്ന ഏറ്റവും പ്രമാണബദ്ധമായ 3 വിഷയങ്ങൾ, ഒന്ന് തൗഹീദാണ്, രണ്ടാമത്തത് റിസാലത്താണ്, മൂന്നാമത്തെ ആഖിറത്താണ്.
ഒന്ന് അള്ളാഹുവിന്റെ ഏകത്വമാണെങ്കിൽ, രണ്ട് അള്ളാഹുന്റെ റസൂലിന്റെ പ്രവാചകത്വമാണെങ്കിൽ, മൂന്നാമത്തേത് അത് പരലോകം എന്നൊരു ലോകമുണ്ട് എന്നും ആ പരലോകത്തേക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം കേട്ടോ, അതിനുവേണ്ട ഒരുക്കങ്ങൾ ഇങ്ങനെയൊക്കെ ആവണം കേട്ടോ എന്ന് പറയുന്ന പരിചയപ്പെടുത്തലാണെങ്കിൽ, നമുക്കറിയാം ദുനിയാവ് എന്നാൽ അത് ലഅബും ലഹവും ഒക്കെ തന്നെയാണ്. അത് കളിയും ചിരിയും തമാശയും മാത്രമാണ്. അത് മത്താഉൽ ഗുറൂറാണ്. നിങ്ങളെ കളിപ്പിക്കുന്ന, നിങ്ങളെ വഞ്ചിക്കുന്ന, നിങ്ങളെ ചതിക്കുന്ന ഒരു വിഭവം മാത്രമാണ് ദുനിയാവ്. ഇവിടെയുള്ള എന്ത് ആസ്വാദനങ്ങളാവട്ടെ, കണ്ണുകൊണ്ട് അത് കാണാൻ എനിക്ക് തോന്നും, കേൾക്കാൻ എനിക്ക് തോന്നും, അത്തരം ആസ്വാദനങ്ങളിലേക്ക് പോകാൻ എനിക്ക് തോന്നും. അതിന് പല ന്യായീകരണങ്ങളും ഉണ്ടാവും. എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ, എന്നെങ്കിലും ഒന്നും പ്രശ്നമല്ല, ഇന്നിപ്പോ എല്ലാവരും ചെയ്യുന്നതല്ലേ, നീ മാത്രമൊക്കെ മാറിയിരുന്ന് നീ ഇപ്പൊ വലിയൊരു ദീനി വന്നിരിക്കുന്നു, ഒരു ദീനിയായ ആള് കുറച്ചൊക്കെ താഴേക്ക് വെച്ച് എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത്, ഞങ്ങളുടെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ആസ്വാദനങ്ങളും ഉണ്ടാവും. ഈ ജീവിതം അങ്ങനെയാണ്. ഇത് വഞ്ചനയുടെ വിഭവം അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ദുനിയാവിനെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, ഈ ദുനിയാവിന് ശേഷമുള്ള ആ മരണമാകുന്ന വിളിയാളത്തിന് ശേഷം നമ്മെ കാത്തിരിക്കുന്ന ശാശ്വതമായ ആ പരലോകം, അവിടെ നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന ബോധ്യമാണ് ഇത്തരം വാർത്തകൾ വരുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ടാവേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണോ എന്നുള്ള ഖുർആനിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നാം കണ്ടെത്തേണ്ടതുണ്ട്. അല്ല, എന്റെ ജീവിതത്തില് എന്റെ പരലോകമാകുന്ന ആ ശാശ്വതമായ ലോകത്തേക്കുള്ള ചില ലക്ഷ്യങ്ങൾ സാധൂകരിക്കുക എന്നത് തന്നെയാണ് ഇവിടെ ലക്ഷ്യം. ഇവിടെ കുറച്ചൊരു ത്യാഗം, കുറച്ചൊരു പ്രയാസമൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരും. എന്റെ ദീനിന്റെ കാര്യത്തിൽ, എന്റെ ഇബാദത്തുകളുടെ കാര്യത്തിൽ കുറച്ചൊരു പ്രയാസം ഞാൻ അനുഭവിക്കേണ്ടി വരും എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം. ആ ജീവിത ലക്ഷ്യത്തെ ഏറ്റവും അടുത്തറിയുവാനും ഇവിടെ ചില നന്മ തിന്മകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്, ചില കാര്യങ്ങൾ ധാർമ്മികമെന്നും ചിലത് അധാർമികമെന്നും അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഇതെല്ലാം നാളെ പാരത്രികമായിട്ടുള്ള അനന്തമായി ശാശ്വതമായി നീണ്ടു നിൽക്കുന്ന ആ പരലോകത്തിന് വേണ്ടിയാണ് എന്ന ബോധ്യത്തോടു കൂടി ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും മനുഷ്യരാകുന്ന നമ്മൾ മരണത്തെ സൗകര്യപൂർവ്വം വിസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. സെലക്റ്റീവ് അംനീഷ്യ എന്ന് പറയും. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കും, നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ബോധപൂർവ്വം മറന്നുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രക്രിയ മനുഷ്യ മനസ്സുകളിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ പുതിയൊരു തലമുറയിലൊക്കെ, ഈ ഒരു ആധുനിക സമൂഹത്തിലൊക്കെ വല്ലാതെ വർദ്ധിച്ചതായി കാണാൻ കഴിയും. ഒരു കഥ പറയാറുണ്ട്. ഒരു രാജാവ്, അദ്ദേഹം ഒരിക്കലും ഒരു സ്വപ്നം കാണുകയാണ്. അദ്ദേഹം രാത്രി സ്വപ്നം കാണുന്നത് തന്റെ എല്ലാ പല്ലുകളും ഒഴിഞ്ഞു പോകുന്നതായി സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഈ സ്വപ്നത്തിൽ ഒരു ആശ്ചര്യം തോന്നിക്കൊണ്ട് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുന്ന തന്റെ നാട്ടിലുള്ള പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി. അതിലൊരു പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ കുടുംബക്കാരെല്ലാം മരിക്കുന്നത് ഈ പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ താങ്കളുടെ കുടുംബത്തിലെ ഓരോരുത്തരും മരണപ്പെടുന്നത് താങ്കൾ കാണുക തന്നെ ചെയ്യും. അതാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു. രാജാവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. തന്റെ വേണ്ടപ്പെട്ടവരുടെ മരണം താൻ കാണുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആ പണ്ഡിതനെ മാറ്റി നിർത്തി, മറ്റൊരാളെ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം ഈ രാജാവിനോട് പറഞ്ഞു, ഈ പല്ലുകൾ കൊഴിഞ്ഞത് വ്യക്തമാക്കുന്നത് താങ്കൾക്കാണ് താങ്കളുടെ കുടുംബത്തിൽ ഏറ്റവും അധികം ആയുസ്സുള്ളത് എന്നതാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ രണ്ടുപേരും പറഞ്ഞ ഒന്ന് തന്നെയാണ്, രാജാവാണ് ഏറ്റവും അവസാനം മരണപ്പെടുക എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ ആൾ പറഞ്ഞപ്പോ തനിക്കാണ് ഏറ്റവും അധികം ആയുസ് ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോ ഈ രാജാവിന് ഇഷ്ടപ്പെടുകയും ആദ്യം പറഞ്ഞ ആ മരണത്തിന്റെ വർത്തമാനം പറഞ്ഞ ആളെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ കഥയുടെ സാരാംശം. യഥാർത്ഥത്തിൽ നമ്മളും അങ്ങനെ തന്നെയാണ്. നമുക്ക് മരണം എന്നത് ഒരു പ്രയാസമായി തോന്നുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി പലപ്പോഴും ആലോചിക്കാറേയില്ല. മരണവിവരം മറിച്ചു, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടതിന് ശേഷം ഒരു 3 ദിവസം, ഒരാഴ്ച, അല്ലെങ്കിൽ മാക്സിമം ഒരു മാസം അവരെ പറ്റി ഇടയ്ക്കൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ അവരും പലപ്പോഴും നമ്മുടെ മറവിയുടെ സ്വാഭാവികതയിലേക്ക് അവരും പോയി മറഞ്ഞു പോകുന്ന കാഴ്ചകൾ കാണാൻ കഴിയും. എന്നാൽ എല്ലാ സമയവും അങ്ങനെയല്ല. ചില സമയത്തൊക്കെ മറവി എന്നത് അതൊരു ആവശ്യമായ വിഷയമായിട്ട് നമുക്ക് മാറും, അനിവാര്യതയിലേക്ക് വരും മറവി. ഒരു ഉദാഹരണം പറയാം. ഈ ഇടയ്ക്ക് ഒരു കുട്ടി, ആ കുട്ടിയുടെ വല്യപ്പ മരണപ്പെട്ടു. പ്രായമായ വല്യപ്പ മരണപ്പെട്ടപ്പോൾ ആ കുട്ടി അവന് സഹിക്കാൻ കഴിയില്ല. തന്റെ വല്യപ്പയുമായി അത്രയധികം ആത്മബന്ധമുള്ള ആ കുട്ടി, അവന് തന്റെ വല്യപ്പയുടെ മരണം ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. വല്യപ്പ മരണപ്പെട്ട് 1, 2, 3, 4 ദിവസമൊക്കെ കഴിഞ്ഞു. അവനൊരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ വീട്ടിലെ ഓരോ സ്ഥലത്തൂടെ പോകുമ്പോഴും ഇത് വല്യപ്പാന്റെ കണ്ണടയാണ്, ഇത് വല്യപ്പാന്റെ വാച്ചാണ്, ഇത് വല്യപ്പ നിന്നിരുന്ന സ്ഥലമാണ്, ഇത് വല്യപ്പ പോയിരുന്ന വഴിയാണ് എന്ന് തുടങ്ങി ഈ കുട്ടി ഓരോ സ്ഥലത്തൂടെ ആ വീട്ടിലൂടെ പോകുമ്പോഴും വല്യപ്പയെ പറ്റി നിരന്തരം ഓർമ്മ വരികയും ഇത് എത്ര തന്നെ അവരുടെ രക്ഷിതാക്കൾ മാറ്റാൻ ശ്രമിച്ചപ്പോഴും അത് മാറാൻ കഴിയാത്ത അവസ്ഥ വരികയും പല കൗൺസിലിങ്ങും മറ്റും ഒക്കെ പോയിട്ടും ഒരിക്കലും മാറ്റാൻ കഴിഞ്ഞില്ല. അവസാനം ആ വീട് ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വരെ അവർക്ക് വന്നു എന്നുള്ളതാണ്. അതായത് മറവി എന്നത് ചിലപ്പോൾ നമുക്ക് അനിവാര്യമായി വരും, ചിലത് നമ്മൾ മറക്കേണ്ടി വരും. നമ്മൾ മറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സ്വാഭാവികമായി മറക്കുന്ന മറവിയുമുണ്ട്, അല്ലാതെ നമ്മൾ ബോധപൂർവ്വം മറക്കുന്ന മറവിയുമുണ്ട്. ചില ചരിത്രങ്ങൾ കാണാൻ കഴിയും. അലി ബനാത്ത്,
ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ഒരു വ്യക്തിയായിരുന്നു അലി ബനാത്ത്. ഒരു യുവാവ്, മുപ്പതുകളിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം തന്റെ ജീവിതം വളരെ ആർഭാട ജീവിതം, വലിയ ധനികനായിരുന്നു അദ്ദേഹം. തന്റെ ധനം ആർഭാടത്തിലൂടെ വിനിയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു. തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ ആസ്വാദനങ്ങളും, ഏറ്റവും വലിയ ബ്രാൻഡുകൾ ഉപയോഗിച്ചിരുന്ന, ഏറ്റവും പുതിയ സൺഗ്ലാസുകളും ഏറ്റവും പുതിയ വാച്ചുകളും ഷൂകളും ഒക്കെ ഉപയോഗിച്ച് ഫെറാറി കാറുകളിൽ മാത്രം യാത്ര ചെയ്തിരുന്ന ഒരു യുവാവ്. ആ വ്യക്തി തന്റെ ജീവിതം ആർഭാടത്തിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരിക്കൽ അറിയുകയാണ്, ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തനിക്ക് ക്യാൻസർ ആണ്, ഇനി 7 മാസം മാത്രമേ ആയുസുള്ളൂ എന്ന് തന്റെ ഡോക്ടർ പറഞ്ഞപ്പോ അദ്ദേഹം വല്ലാതെ മാറി ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിനുണ്ടായ മാറ്റങ്ങൾ പിന്നീട് വിപ്ലവകരമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ അടുത്ത് മരണപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പിന്നീട് തനിക്ക് 7 മാസം മാത്രമേ ആയുസുള്ളൂ എന്നറിഞ്ഞപ്പോൾ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. എന്നോട് ഞാൻ ജനിച്ചത് മുതൽ ഇത്രയും കാലം വരെ, 30 വയസ്സാകുന്നത് വരെ എന്റെ റബ്ബ് എന്നോട് പറഞ്ഞിരുന്നു, അലി ബനാത്ത് താങ്കൾ മരണപ്പെടും, അലി ബനാത്ത് താങ്കൾ മരണപ്പെടുമെന്ന് എല്ലാ ദിവസവും എന്റെ റബ്ബ് എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ഒരു ഡോക്ടർ എന്നോട് വന്ന് തനിക്ക് 7 മാസം മാത്രമേ ആയുസുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണല്ലോ എനിക്ക് ഈ ജീവിതത്തിന്റെ വില ബോധ്യപ്പെട്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം മാറി തീരുമാനിക്കുകയും തനിക്കുള്ള സമ്പത്തെല്ലാം ആഫ്രിക്കയിലെ പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുവാനും അവിടെ പള്ളി ഉണ്ടാക്കുവാനും അവരുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമൊക്കെ അദ്ദേഹം ഉപയോഗിക്കുകയാണ്. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക എന്നത് അത് അള്ളാഹു മനസ്സിട്ട് കൊടുക്കുന്ന ചില ചിന്തകളാണ്. പ്രിയമുള്ളവരെ, നമുക്കും ഒരു മരണം വരാനുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഇത്തരം ചിന്തകൾ നമുക്കും ഉണ്ടാവില്ലേ? പലപ്പോഴും നമ്മൾ അതിൽ നിന്നൊക്കെ വിസ്മരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചെറിയ ലോകത്തിൽ ഒതുങ്ങിപ്പോകുന്ന, നമ്മുടെ കംഫർട്ട് സോണുകളെ ഭേദിക്കാൻ ഒരിക്കലും തയ്യാറല്ലാത്ത രൂപത്തിൽ നമ്മൾ ചുരുങ്ങി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നാളെ നമുക്ക് മുമ്പിൽ അനശ്വരമായി നീണ്ടു നിൽക്കുന്ന ആ പരലോകത്തെ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന ചില കാഴ്ചകൾ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അള്ളാഹു റസൂൽ നമുക്ക് പറഞ്ഞു തരുന്ന ചില കൽപ്പനകളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നുണ്ട്, മരണത്തെ നിങ്ങൾ ഓർത്തു കഴിഞ്ഞാലുള്ള 3 ഗുണങ്ങൾ, മരണത്തെ നിങ്ങൾ വിസ്മരിച്ചു കഴിഞ്ഞാലുള്ള, മറന്നു കഴിഞ്ഞാലുള്ള 3 ശിക്ഷകളും പറയുന്നുണ്ട്. നിങ്ങൾ മരണത്തെ ഓർത്തു കഴിഞ്ഞാൽ ആരാണോ മരണത്തെ നന്നായി ഓർക്കുന്നത്, ഞാൻ ഒരിക്കലും മരണപ്പെടേണ്ടവനാണ് എന്ന് ചിന്തിക്കുന്നത്, അവനെ ആദരിക്കപ്പെടും. 3 കാര്യങ്ങൾ അവൻ ഉണ്ടാവും എന്നതാണ്. ഒന്നാമതായിക്കൊണ്ട് പറഞ്ഞു തരുന്നത് തഅജീലു തൗബ. അത്തരം ആളുകൾ, മരിക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾ, അവർ തെറ്റുപറ്റി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മടങ്ങും. തഅജീൽ, വളരെ പെട്ടെന്ന് തന്നെ തൗബ ചെയ്യുന്ന ആളുകളായിരിക്കും അവർ. എപ്പോഴായാലും മരണപ്പെടാനുണ്ട്, അതുകൊണ്ട് ആ മരണത്തിന് മുമ്പ് പെട്ടെന്ന് എനിക്ക് ഈ തെറ്റിൽ നിന്ന് ഖേദം പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. രണ്ടാമതായിക്കൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന ചിന്ത ഖനാഅത്തുൽ ഖൽബ്. അവർക്ക് അവരുടെ ഹൃദയങ്ങൾ, അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ അതിൽ തൃപ്തി അറിയുന്ന ഹൃദയങ്ങളുള്ള ആളുകളാക്കി അവർ മാറ്റും. എന്തായാലും മരണപ്പെടേണ്ടതായിരിക്കും, ഇവിടെ വലിയ ആർഭാടവും പിന്നെ ഞാൻ ദൂരത്തുമൊന്നും കാണിക്കേണ്ടവനല്ല ഞാൻ എന്ന് ചിന്തിക്കുന്ന, കിട്ടിയത് കൊണ്ട് തൃപ്തി അടയുന്ന, അതിൽ ആസ്വാദനം നടക്കുന്ന വ്യക്തിയായിരിക്കും അവർ. മൂന്നാമതായി കൊണ്ട് ഇബാദ. അവർക്ക് ഇബാദത്തുകളിൽ, ആരാധനകളിൽ വലിയ ഉന്മേഷം ഉണ്ടാവുന്ന, ഉത്സാഹം ഉണ്ടാവുന്ന ആളുകളായിട്ട് അവർ മാറും. സഹോദരങ്ങളെ, നമ്മളെല്ലാ നമസ്കാരങ്ങളും ഏറ്റവും അവസാനത്തെ നമസ്കാരത്തെ പോലെ നമസ്കരിക്കണം എന്നാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ജുമാ നമസ്കരിക്കുമ്പോൾ ഈ ജുമാക്ക് ശേഷം അടുത്തൊരു അസർ നമസ്കാരത്തിന് വരാൻ ഞാൻ ഉണ്ടാവുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആ നമസ്കാരത്തിന് അതിന് ഭയങ്കര ഉന്മേഷമായിരിക്കും, വലിയ ഉത്സാഹമായിരിക്കും. അള്ളാഹിന്റെ മുമ്പിൽ എല്ലാം തുറന്ന് കരഞ്ഞു പറയുന്ന നമസ്കാരമായിട്ട് മാറും. അങ്ങനെയുള്ള ചിന്ത ഉണ്ടാവണമെങ്കിൽ മരണത്തെ കുറിച്ച് നിരന്തരം ഓർക്കണം എന്നതാണ്. ഇനി മരണത്തെ ഓർക്കാത്ത ആളുകൾ, മരണത്തെ മറന്നു കഴിഞ്ഞാൽ അവർ 3 കാര്യങ്ങൾ കൊണ്ട് ശിക്ഷിക്കപ്പെടുമെന്നതാണ്. ഒന്നാമതായിക്കൊണ്ട് അവർ തെറ്റ് പറ്റി കഴിഞ്ഞാൽ, ഒരു തെറ്റ് തനിക്ക് സംഭവിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും അതിനെ നീട്ടിവെക്കും. അതിപ്പോ ചെറിയ തെറ്റല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് മടങ്ങാം അതിൽ നിന്ന് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാതെ അത് നീട്ടിവെക്കും. രണ്ടാമതായിക്കൊണ്ട് അവർക്ക് ഒന്നുകൊണ്ടും തൃപ്തി വരാത്ത മനസ്സായിരിക്കും ഉണ്ടാവുക. എല്ലാം ഇനിയും ഒരുപാട് വേണമെന്ന് ചിന്തിക്കുന്ന ആർഭാടത്തിന്റെ ആളുകളായി അവർ മാറും. മൂന്നാമതായിക്കൊണ്ട് ഇബാദത്തുകളിൽ മടി കാണിക്കുന്ന ആളുകളായി അവർ മാറും. അവർക്ക് ഇബാദത്തുകളിൽ യാതൊരു ഊർജ്ജവും ആവേശവും ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളായിട്ട് അവർ മാറും എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്. യഥാർത്ഥത്തിൽ മരണചിന്തയുള്ള, മരണസ്മരണയുള്ള ആളുകൾക്ക് ഇബാദത്തുകളിൽ ആവേശമുള്ള, തങ്ങൾക്ക് കിട്ടിയതെന്തോ അതിൽ തൃപ്തി അടയുന്ന, തങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മരണം എന്റെ അടുക്കിലേക്ക് വരാം, ആ മരണത്തിന് മുമ്പ് ഞാൻ അതിൽ നിന്ന് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങണം എന്നുമുള്ള ചിന്തയുണ്ടാവും. നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. പലതും നമ്മൾ മറന്നു പോകും. ഒരുപക്ഷെ ഇന്നലെ സംഭവിച്ച ഈ വിമാനാപകടം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മരണം നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നത്, ഒന്ന്, അള്ളാഹുവിനെ നമ്മൾ മറക്കരുത്.
ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിനെ മറന്ന ആളുകളായി മാറരുത്. ജീവിതത്തിൽ ഏത് സമയത്തും എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിലും ഒക്കെ അള്ളാഹുവിനെ മറക്കുന്ന ആളുകളായി നിങ്ങൾ മാറരുത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷെ അള്ളാഹു ഉത്തരം നൽകിയില്ല എന്നതുകൊണ്ട് ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളത് അള്ളാഹുവിന് വേണ്ട എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന, റബ്ബിനെ മാറ്റി നിർത്തുന്ന, വിസ്മരിക്കുന്ന ആളുകളായി നിങ്ങൾ ഉൾപ്പെടരുത്. അത്തരം ആളുകൾ അവരാണ് തെമ്മാടികളായ തോന്നിയവാസികളായിട്ടുള്ള ആളുകൾ. അവർക്ക് പിന്നെ ഒന്നും പ്രശ്നമായിരിക്കില്ല. അള്ളാഹുവിനെ ചിന്തിക്കാത്ത ആളുകൾക്ക് അവർ ഫാസികളായി മാറും എന്ന് പറയുന്നുണ്ട്. രണ്ടാമതായി കൂടെ നമ്മൾ മറക്കാൻ പാടില്ലാത്തത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പറ്റിയാണ്. ജീവിതത്തിൽ എന്ത് വിഷയത്തിൽ ശരിയും തെറ്റും ആലോചിക്കുമ്പോൾ, ധാർമ്മികതയും അധാർമികതയും ആലോചിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉണ്ടോ എന്ന് ചിന്തിക്കാൻ കഴിയണം. നമുക്ക് സന്തോഷമുള്ള സമയമാവട്ടെ, സന്തോഷങ്ങളിൽ ചിലപ്പോ ഈ ബർത്ത്ഡേ ആഘോഷം, ആനിവേഴ്സറി ആഘോഷം, ഇപ്പൊ ആഘോഷങ്ങൾ പോയി ഓരോ സമയത്തും ആഘോഷമാണ്. അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലാത്ത, കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത വിദാത്തിലേക്ക് പോകുന്ന ആഘോഷങ്ങളാണ് പലപ്പോഴും ഇന്ന് മുസ്ലിം സമുദായത്തിൽ വർദ്ധിച്ചു വരുന്നത്. ഇപ്പോ പ്രസവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തുടങ്ങി ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷമുള്ള സമയത്തുമൊക്കെ വരുന്ന അനാചാരങ്ങൾ പോലും ആ സമയത്ത് നമുക്ക് വരുന്നത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മറന്നു പോകുന്നത് കൊണ്ടാണ്. അതും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ വേഷമാവട്ടെ, ഭാഷയാവട്ടെ, നമ്മുടെ സംസാരത്തിന്റെ ഇടപെടലുകളാവട്ടെ, അതിലൊക്കെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മറക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. മൂന്നാമതായിക്കൊണ്ട് നമ്മുടെ ചുമതലകളെ പറ്റി ഒരിക്കലും മറക്കാൻ നമ്മൾ പാടില്ല. ഞാൻ എന്ന വിദ്യാർത്ഥി, ഞാൻ എന്ന എന്റെ ജോലി സമയത്തുള്ള അവിടെയുള്ള സാഹചര്യങ്ങൾ, എന്റെ ഒരു കുടുംബം എന്ന നിലയ്ക്ക് ഞാൻ എന്ന ഭർത്താവ്, ഞാൻ എന്ന ഭാര്യ, ഞാൻ എന്ന ഉമ്മ, ഞാൻ എന്ന ഉപ്പ, ഞാൻ എന്ന സഹോദരൻ, ഞാൻ എന്ന അയൽവാസി, ഇങ്ങനെ ഒരുപാട് നിലയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തികളാണ് നമ്മളെല്ലാം. ആ ഉത്തരവാദിത്തങ്ങളെ പൂർത്തീകരിക്കുന്ന കഴിഞ്ഞ പെരുന്നാൾ സമയത്ത് നമ്മൾ കേട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തനിക്കുണ്ടായിരുന്ന എല്ലാ കടമകളെയും പൂർത്തീകരിച്ച വ്യക്തിയായിരുന്നു. അങ്ങനെ കടമകൾ പൂർത്തീകരിക്കുന്ന, അതൊരിക്കലും മറന്നു പോകാത്ത ആളുകളായി നമുക്ക് മാറേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ മറക്കാൻ പാടില്ലാത്തത് നമ്മുടെ ചെയ്ത്തുകളാണ്, നമ്മുടെ പ്രവൃത്തികളാണ്. നമ്മുടെ മരണത്തിന് മുമ്പ് നമ്മുടെ പ്രവൃത്തികളെ പറ്റി കൃത്യമായ ബോധ്യമുള്ള ആളുകളായിരിക്കണം നമ്മൾ. പ്രിയമുള്ളവരെ, 30 വർഷം, 40 വർഷം, 50 വർഷമൊക്കെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ള ഈ ഭൂമിയിൽ നിർഭയത്വത്തോടുകൂടി, സന്തോഷത്തോടുകൂടി അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും ചിന്തിക്കാനും രമിക്കാനും രസിക്കാനും രുചിക്കാനും ഒക്കെ കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പേറിക്കൊണ്ട് നമ്മൾ ജീവിച്ചു. ആ ജീവിതം അള്ളാഹുവിന് വിധേയമാക്കണമെങ്കിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ തിരുത്താനുള്ള ചിന്തയായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അഞ്ചാമതായി ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത വിഷയമാണ് നമ്മുടെ പരലോകം, നമ്മുടെ മരണം. ആ ചിന്തയും ഒരിക്കലും നമുക്ക് മറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. നമ്മളെല്ലാവരും ഒരു ക്യൂവിലാണ്, അക്ഷരാർത്ഥത്തിൽ ഒരു ക്യൂവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ആ ക്യൂവിൽ പാവപ്പെട്ടവരുണ്ട്, പണക്കാരുണ്ട്, പ്രായമായവരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ഒരുപാടധികം ആളുകൾ. അതിൽ ആരും എപ്പോഴും ആ ക്യൂവിൽ ആദ്യം വിളിക്കപ്പെടാം. ആ ക്യൂവിൽ നമ്മൾ ആദ്യമാണോ രണ്ടാമതാണോ മൂന്നാമതാണോ നമുക്കറിയില്ല. എപ്പോഴാണോ ആ ക്യൂവിന്റെ ഓർഡറിൽ നമ്മൾ വിളിക്കപ്പെടുന്നത്, അവിടെ നേരെ അങ്ങോട്ട് പോകാനുള്ള മലക്കുൽ മൗത്തിന്റെ വിളിയാളങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ആളുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നിശബ്ദനായ ഒരു കൂട്ടുകാരനാണ് യഥാർത്ഥത്തിൽ മലക്കുൽ മൗത്ത്. നമ്മുടെ കൂടെ അള്ളാഹുവിന്റെ കൽപ്പന അറിഞ്ഞുകൊണ്ട് തന്നെ ആ അവധി എത്തുമ്പോൾ ഒരു നിലയ്ക്കു നീട്ടി തരാത്ത, ഒരു നിമിഷം പോലും പിന്നീട് പിന്തിപ്പിച്ചു തരാത്ത ആ സമയത്ത് നമ്മുടെ മരണത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മെ വിളിച്ചുകൊണ്ട് പോകുന്ന, അത് ആ എയർപോർട്ടിൽ കയറുമ്പോൾ അവിടെയുള്ള 230-240 ആളുകളും അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ മലക്കുൽ മൗത്തിന്റെ വെളിയിലേക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് പോകാനുള്ള ഒരു യാത്രയാണ് എന്ന് അവരാരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിളി നമുക്ക് വരുമ്പോൾ ഒരു നിസ്സങ്കോചം, യാതൊരു മതചോദ്യങ്ങളും ഇല്ലാതെ ആ വിളിക്ക് ഉത്തരം നൽകി പോകാനുള്ളവരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ നിരന്തരമായ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ജീവിതത്തിൽ ഇന്ന് വരെ, നാം ജനിച്ചത് മുതൽ ഇന്ന് വരെ നമ്മുടെ ഹൃദയങ്ങൾ അത് മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ മിനിറ്റിലും 70-ലധികം തവണ മിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾ. ഹൃദയമിടിപ്പിനെ പറ്റി പലപ്പോഴും പറയാറുണ്ട്. ഹൃദയത്തിന്റെ മിടിപ്പുകൾ അത് ഖബറിലേക്കുള്ള കാലടി പാടുകളുടെ കുളമ്പടി ഒച്ചയാണ് എന്ന് പറയാറുണ്ട്. നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ ഖബറിലേക്കുള്ള കാലടി പാടുകളുടെ ശബ്ദമായിക്കൊണ്ടാണ് പലപ്പോഴും കാൽപ്പനികമായി അതിനെ പറയാറുള്ളത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ ജീവിതം
ഇത് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മൾ ഈ ഭൂമിയിൽ പൂജാതരായിട്ടുണ്ട് എങ്കിൽ, തീർച്ചയായും നിശ്ചയമായും നമ്മളിലേക്ക് കടന്നു വരുന്ന അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മരണം. ഏതോ ഒരു നിമിഷം നമ്മൾ മരണപ്പെടാനുണ്ട് എന്ന ചിന്ത. പലപ്പോഴും ഈ ഓഫീസ് വർക്കുകളിലുമൊക്കെ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഡെഡ് ലൈൻ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഡേറ്റ് കാണും. ചില അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പരീക്ഷയുടെ ഒക്കെ ലാസ്റ്റ് ഡേറ്റിന് വരും. ആ ലാസ്റ്റ് ഡേറ്റിന് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായ ആവേശമായിരിക്കും. ആ ഡെഡ് ലൈനിന് മുമ്പ് അത് ചെയ്തു തീർക്കണം, ആ വർക്ക് പൂർത്തിയാക്കണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഉന്മേഷത്തോടുകൂടി, ആസ്വാദനത്തോടുകൂടി, ആവേശത്തോടുകൂടി ആ കാര്യം ചെയ്തു തീർക്കാൻ അവർ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കും ഒരു ഡെഡ് ലൈൻ ഉണ്ട്. പക്ഷെ അത് ഉത്സാഹത്തോടുകൂടി ചെയ്യാൻ അത് എപ്പോഴാണ് എന്ന കാര്യം നമുക്കറിയില്ല. നമ്മൾ എപ്പോഴാണ് മരണപ്പെടുന്നത് എന്ന ഡേറ്റ്, അതിന്റെ സമയം, അതിന്റെ സ്ഥലം ഒന്നും നമുക്കറിയില്ല. എങ്കിൽ പ്രിയമുള്ളവരെ, എപ്പോഴും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും എല്ലാ സമയത്തും ആ ഉത്സാഹം അവസാന സമയമാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ നമ്മൾ കാണിക്കുന്ന ആ ആവേശം അത് എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നതാണ്. അത്തരം ചിന്തകളായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത്. ഒരു സദസ്സിൽ വെച്ച് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഇന്ന് ഈ കൂട്ടത്തിൽ നോമ്പുകാരനായിട്ട് ആരാണുള്ളത്? ഒരു വ്യക്തി എഴുന്നേൽക്കുന്നുണ്ട്, അനയാ റസൂലുള്ളാഹ്. ഇന്ന് ഈ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചവനായിക്കൊണ്ട് ആരാണുള്ളത്? ആ വ്യക്തി തന്നെ പിന്നെയും എഴുന്നേൽക്കുന്നുണ്ട്, അനയാ റസൂലുള്ളാഹ്. വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇന്ന് ഈ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത് ആരാണുള്ളത്? അനയാ റസൂലുള്ളാഹ്. നാലാമതായി ചോദിച്ചു, ഇന്ന് ഈ കൂട്ടത്തിൽ ഒരു ജനാസ നമസ്കരിച്ച, ഒരു ജനാസയെ അനുഗമിച്ച വ്യക്തി ആരാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അതേ വ്യക്തി തന്നെ അനയാ റസൂലുള്ളാഹ്, റസൂലേ ഞാനുണ്ട്. ആ വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, അവരെല്ലാം ജീവിതത്തിൽ കാണിച്ച ഇബാദത്തുകളിലും നന്മകളിലും ധാർമ്മികതയിലും ഒക്കെ അവർ മുന്നേറാൻ കാണിച്ച ആ ആവേശം, കാരണം അവർക്ക് ആ ബോധ്യമുണ്ടായിരുന്നു, പരലോകം വരാനുണ്ട്, എന്റെ മരണം ഞാൻ എപ്പോഴാണെന്ന് അറിയാത്ത സമയത്ത് എന്നിലേക്ക് വരാനുണ്ട്. അതിനു മുമ്പ് ഉത്സാഹത്തോടു കൂടി ഒരേ ദിവസം തന്നെ രോഗിയെ സന്ദർശിക്കുകയും നോമ്പുകാരനായിരിക്കുകയും പാവപ്പെട്ട ഭക്ഷണം കൊടുക്കുകയും ഒരു ജനാസയെ അനുഗമിക്കുകയും ഒക്കെ ചെയ്ത അത്തരം മുൻഗാമികൾ, അവരുടെ മാർഗമാണ് നമുക്കും പോകാനുള്ളത്. അവർ പോയ ആ നിറമുള്ള സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത് എന്ന ചിന്തയോടുകൂടി ജീവിതത്തെ കുറച്ചുകൂടി സൂക്ഷ്മമായിക്കൊണ്ട്, കുറച്ചുകൂടി ആവേശത്തോടു കൂടി മരണത്തെ പറ്റി ചിന്തിക്കുന്ന, മരണബോധമുള്ള, മരണത്തെ പറ്റി ഭയമുള്ള, അള്ളാഹുവിന്റെ വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ ഏറ്റെടുക്കുന്ന, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് ഏവർക്കും കഴിയേണ്ടതുണ്ട്. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ മരണപ്പെട്ട ഒരുപാടധികം വ്യക്തികൾ, അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ വലിയ ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്നും അവരിൽ നിന്നും ഒക്കെ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവർ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും രോഗം കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ടും ഒക്കെ പ്രയാസപ്പെടുന്ന ഒരുപാടധികം ആളുകൾ, പ്രത്യേകിച്ചും ജോലിയില്ലാതെ, ഉള്ള ജോലിയിൽ തന്നെ നല്ല വരുമാനമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കെല്ലാം അള്ളാഹു വലിയ ഉദവിയും തുറവിയും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതം അത് ഹൈറാവുന്ന കാലത്തോളം നമ്മുടെ ആയുസ് അള്ളാഹു നീട്ടിത്തരികയും മരണം അത് എപ്പോഴാണോ ഹൈറാവുന്നത് ആ സമയത്ത് അള്ളാഹു നമുക്ക് തൗഹീദോടുകൂടി, ഇഖ്ലാസോടുകൂടി മരണപ്പെടാനുള്ള, ഈമാനോടുകൂടി മരണപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് ഈ ഒരു പുതിയ കാലത്ത് അവരുടെ ധാർമ്മികതയെ മുറുകെ പിടിച്ചുകൊണ്ട് മതബോധത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു നിർഭയത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.